പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ക്ലാസ് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു അറിവാണ്. അതായത് നമ്മുടെ വീട്ടിലെ അടുക്കളയിലൊക്കെ കാണപ്പെടുന്ന, നമ്മൾ നിസ്സാരമായി കാണപ്പെടുന്ന ഇഞ്ചിയെക്കുറിച്ചാണ്. ഇഞ്ചിയുടെ ഔഷധ ഗുണങ്ങൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ജീവിതത്തിൽ ഇഞ്ചി കഴിക്കാതെ പോകില്ല. ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണം നമ്മൾ നിത്യവും ചവച്ചരച്ച് കഴിച്ചാൽ നമുക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത്. ഇനി ഇഞ്ചി ചവച്ചരച്ച് കഴിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇഞ്ചി തിളപ്പിച്ച വെള്ളം കുടിച്ചാലും മതി. എന്നാലും ഈ ഔഷധങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് ലഭിക്കും. ചുരുക്കി പറഞ്ഞാൽ നിത്യവും നമ്മൾ ഇഞ്ചി കഴിക്കുന്നതിലൂടെ ഒരുപാട് രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിച്ച് നല്ല ആരോഗ്യമുള്ള ഒരു ശരീരമുണ്ടാകും. മാത്രമല്ല, നമുക്കറിയാം ഇന്ന് ഒരുപാട് ആളുകളും ബുദ്ധിമുട്ടുന്ന ഒരു രോഗമാണ് ചുമ. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും പനി വന്നു കഴിഞ്ഞാൽ, ജലദോഷം വന്നു കഴിഞ്ഞാൽ പിന്നീട് ചുമ വരും. ആ ചുമ മാറുന്നില്ല. രാത്രി ആയിക്കഴിഞ്ഞാൽ ഉറക്കം വരുന്നില്ല. ചുമയോട് ചുമ, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു, ഉറക്കം വരുന്നില്ല. ചില ആളുകൾക്കാണെങ്കിൽ ഇതിനോടൊപ്പം മൂക്കടപ്പും കൂടി വരും. എന്നാൽ പിന്നീട് പറയും വേണ്ട, ആ രാത്രി ഉറക്കം തന്നെ ഉണ്ടാകില്ല. ചില ആളുകൾക്ക് രാത്രി ഒരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോൾ ചുമ മാറി ഉറക്കം വരും. എന്നാൽ ചില ആളുകൾക്ക് നേരം പുലരുന്നതുവരെ ചുമച്ചു കൊണ്ടേയിരിക്കും. എന്നിട്ട് പല ഡോക്ടർമാരെ കാണിക്കും, ഒരുപാട് മരുന്നുകൾ കഴിക്കും, എന്നിട്ടും ഒരു മാറ്റവുമില്ല. ചില ആളുകൾക്ക് ഈ രോഗം ഒരു മാസത്തോളം പിടിക്കും. ഒരു മാസത്തോളമൊക്കെ ചുമയുണ്ടായാൽ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, മറ്റ് പ്രവർത്തികളൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ താളം തെറ്റും. മാത്രമല്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനങ്ങൾ മുടങ്ങും. അവർക്ക് മദ്രസയിലും സ്കൂളിലൊന്നും തന്നെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ചുമ എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനെയും പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ്. മാത്രമല്ല, ജീവിതത്തിൽ ചുമ വരാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ഇഞ്ചി കൊണ്ട് നമുക്ക് ചുമ വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, നമുക്ക് ചുമ, ജലദോഷം, കഫക്കെട്ട്, നീർക്കെട്ട്, മൂക്കടപ്പ് ഇതൊക്കെയും വന്നാൽ അത് നമുക്ക് വളരെ വേഗത്തിൽ മാറ്റിയെടുക്കാൻ നമുക്ക് ഇഞ്ചി കൊണ്ട് നമ്മുടെ വീട്ടിൽ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മരുന്നാണ്. അതോടൊപ്പം ഇഞ്ചിയുടെ ഗുണങ്ങൾ, ഇഞ്ചി നിത്യവും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ, ഔഷധ ഗുണങ്ങൾ, അതിനെക്കുറിച്ചും ഞാൻ വളരെ വേഗത്തിലൊന്ന് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരും തന്നെ ഈ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഇഞ്ചി എന്നുള്ളത് ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒന്നാണ് ഇഞ്ചി. കാരണം നമ്മൾ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ അതിൽ ഇഞ്ചി ഇട്ടില്ലെങ്കിൽ ആ ഭക്ഷണത്തിൻ്റെ രുചി അല്പം കുറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം തൊട്ടേ ഈ ഇഞ്ചിയുടെ ചരിത്രങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ തന്നെ ഈ ഇഞ്ചിയെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. അതായത് സ്വർഗീയ അവകാശികൾ അവിടെ നിന്നും കഴിക്കുന്ന ഭക്ഷണത്തിലും പാനീയത്തിലുമൊക്കെ ഇഞ്ചി ചേർത്തിട്ടുണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ ഇഞ്ചിയുടെ ഗുണം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. മാത്രമല്ല, ഇപ്പോഴത്തെ ഈ ആധുനിക ലോകം, വിദഗ്ധന്മാരായ ഡോക്ടർമാർ ഇഞ്ചിയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച്, ഇഞ്ചി നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് വിദഗ്ധ ഡോക്ടർമാർ പറഞ്ഞ കുറച്ച് ഗുണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ഇഞ്ചി വിട്ട് കളയില്ല. അപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം പറയുന്ന ഇഞ്ചിയുടെ ഗുണത്തിൽ ഒന്നാമത്തേത്, നമ്മുടെ ദഹനം വേഗത്തിൽ നടക്കാൻ ഇഞ്ചി കഴിക്കൽ വളരെ നല്ലതാണ്. ചില ആളുകളൊക്കെയുണ്ട്, ഭക്ഷണം കഴിച്ചാൽ അത് ദഹിക്കില്ല, എന്നിട്ട് പ്രയാസപ്പെടും, വയറുവേദനയുണ്ടാകും. അങ്ങനെ പ്രയാസപ്പെടുന്നവരൊക്കെ ദഹനം മെച്ചപ്പെടാൻ ഇഞ്ചി ദിവസവും കഴിച്ചാൽ മതി. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇഞ്ചി കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അമിതമായി ഇഞ്ചി കഴിക്കുന്നത് കൊണ്ട് അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും. പ്രധാനമായിട്ടും വെറും വയറ്റിൽ നമ്മൾ ഒരിക്കലും ഇഞ്ചി കഴിക്കരുത്. ഇഞ്ചി തിളപ്പിച്ച വെള്ളമോ
ഇഞ്ചിയുടെ ചാറോ ഇഞ്ചിയുടെ കഷ്ണമോ ഒന്നും തന്നെ നമ്മൾ കഴിക്കരുത്. കാരണം ഇഞ്ചിയിൽ ഒരുപാട് ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെറും വയറ്റിൽ നമ്മൾ ഇഞ്ചി കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിന് അത് വളരെയധികം ദോഷം ചെയ്യും. അതൊരിക്കലും ചെയ്യരുത്. അതുപോലെ ദിവസവും അമിതമായി ഇഞ്ചി കഴിക്കരുത്. അമിതമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ ഇഞ്ചിയും അമിതമായി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അതുകൊണ്ട് ഉണ്ടാവുകയും ചെയ്യും. ഒരു ദിവസം നിങ്ങൾ ഇഞ്ചി ഒരു 5 ഗ്രാമിൽ കൂടുതൽ കഴിക്കരുത്. ഒരു 2 ഗ്രാമോ 3 ഗ്രാമോ ഒക്കെ ദിവസവും നിങ്ങൾ കഴിച്ചാൽ മതി. കാരണം അമിതമായി ഇഞ്ചി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറിളക്കം ഉണ്ടാകും. വയറിളക്കം മാറാനാണ് നമ്മൾ ഇഞ്ചി കഴിക്കാറ്. എന്നാൽ ഇഞ്ചി അമിതമായി കഴിക്കുന്നത് കൊണ്ട് നമുക്ക് വയറിളക്കം ഉണ്ടാകും. അതുപോലെ നെഞ്ചിരിച്ചിലുണ്ടാകും, രക്തസ്രാവം ഉണ്ടാകും, അതുപോലെ അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട്, രക്തസ്രാവം കൂടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല വയറ് സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ടാകും. അപ്പോൾ അമിതമായിട്ട് നിങ്ങൾ ഒരിക്കലും ഇഞ്ചി കഴിക്കരുത്. ഇനി നമ്മൾ ഇഞ്ചി ദിവസവും ഒരു 3 ഗ്രാം 4 ഗ്രാം കൂടിപ്പോയാൽ ഒരു 5 ഗ്രാം നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ഗുണമാണ് ലൈംഗിക രോഗങ്ങൾക്ക് ശിഫയാണ്. അതായത് നമ്മുടെ ലൈംഗിക ആരോഗ്യം മെച്ചപ്പെടും. ഇന്ന് ഒരുപാട് ആളുകളും അതിനു വേണ്ടിയിട്ടാണ് പണം ചിലവഴിക്കുന്നത്. എന്നാൽ ദിവസവും ഇഞ്ചി കഴിക്കുന്നത് കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം തൃപ്തിപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് ലൈംഗികത മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ ഗുണമാണ് നമുക്കുണ്ടാകുന്ന ക്ഷീണം, തളർച്ച. ഇതൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് ഇഞ്ചി നീര് ദിവസവും കഴിച്ചാൽ മതി. അതുപോലെ ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ചില ആളുകളുടെയൊക്കെ വയറ് വീർത്ത് വരും ഗ്യാസിൻ്റെ പ്രശ്നം കൊണ്ട്. എന്നാൽ നിങ്ങൾ ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണം ആ സമയത്ത് ചവച്ചരച്ച് കഴിക്കുന്നത് നല്ലതാണ്. ഇനി ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് അത് മാറിക്കിട്ടാൻ നിങ്ങൾ ഒരു 11 ദിവസം തുടർച്ചയായിട്ട് ഇഞ്ചി നിങ്ങൾ ചവച്ചരച്ച് കഴിച്ചാൽ മതി. എന്നാൽ നിങ്ങൾക്ക് ആ നീർക്കെട്ട് മാറിക്കിട്ടും. അതുപോലെ നമ്മുടെ കൈകാലുകളുടെ വേദന, ജോയിൻ്റ് പെയിന് ഇതൊക്കെ മാറിക്കിട്ടാൻ നമ്മൾ നിത്യവും ഇഞ്ചി കഴിച്ചാൽ മതി. മൂത്ര സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ ഇഞ്ചി കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മുടെ കുടൽ സംബന്ധമായിട്ടുള്ള വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടാൻ ഇഞ്ചി കഴിച്ചാൽ മതി. ഇനി വിശപ്പില്ലാത്തവർക്ക് ഇഞ്ചിയും തേനും ചേർത്ത് കഴിക്കുന്നത് കൊണ്ട് അവർക്ക് നല്ല വിശപ്പുണ്ടാകുമെന്ന് വൈദ്യശാസ്ത്രം പറയുന്നു. അതുകൊണ്ട് ഭക്ഷണത്തിനോട് താല്പര്യമില്ലാത്ത ആളുകളൊക്കെ വിശപ്പുണ്ടാകാൻ നിങ്ങൾ ഇഞ്ചിയും തേനും ചേർത്ത് കഴിക്കുക. അതുപോലെ വൈദ്യശാസ്ത്രം പറയുകയാണ്, കൊളസ്ട്രോൾ കുറക്കാൻ ഇഞ്ചി തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇഞ്ചിയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ ഒരുപാട് രോഗങ്ങൾക്ക് അത് പ്രതിരോധമാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും നമ്മുടെ ശരീരത്തിൻ്റെ. അതുപോലെ മലസംബന്ധമായിട്ടുള്ള പ്രശ്നം, അതായത് ചില ആളുകൾക്ക് വയറ്റിന്ന് പോകില്ല, ബാത്റൂമിൽ പോയി ഇരിക്കും എന്നിട്ട് മലം പോകില്ല. അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ ഇഞ്ചിയും കല്ലുപ്പും ചേർത്ത് ചവച്ചരച്ച് കഴിക്കുന്നത് നല്ലതാണ്. എന്നാൽ വയറ്റിന്ന് പോകാത്ത ആളുകൾക്ക് മലസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ നമ്മൾ നിത്യവും ഇഞ്ചി തിളപ്പിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കരൾ ശുദ്ധിയാകാൻ, ലിവർ ശുദ്ധിയാകാൻ അത് മതി. മാത്രമല്ല അതുകൊണ്ട് രക്തയോട്ടം വർദ്ധിക്കും, രക്തം ശുദ്ധിയാകും, നെഞ്ചിരിച്ചിൽ മാറിക്കിട്ടും. ഇനി നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് നീക്കം ചെയ്യാൻ, അമിതവണ്ണം, പൊണ്ണത്തടി ഇതൊക്കെയും മാറിക്കിട്ടാൻ, നീക്കം ചെയ്യാൻ നിത്യവും നമ്മൾ ഇഞ്ചിയിട്ട വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മതി. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുപാട് ആളുകളും പ്രയാസപ്പെടുന്ന ഒന്നാണ് യാത്ര ചെയ്യുമ്പോൾ, കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഛർദി ഉണ്ടാകുക. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഛർദി ഉണ്ടാകും, കുട്ടികൾക്കൊക്കെ. എന്നാൽ ആ ഛർദി ഒഴിവാക്കി കിട്ടാൻ നിങ്ങൾ യാത്ര ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കഷ്ണം ഇഞ്ചി നിങ്ങൾ ചവച്ചരച്ച് കഴിച്ചാൽ മതി. എന്നാൽ ആ ഛർദിയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഛർദി ഉണ്ടാകില്ല പിന്നീട്. ഇനി ചുമ, കഫക്കെട്ട്, നെഞ്ചിരിച്ചിൽ,
അതുപോലെ മൂക്കടപ്പ്, ഇതൊക്കെയുള്ള ആളുകൾ പനിക്കുറുക്കയുടെ ഇലയും ഇഞ്ചിയുടെ ഒരു കഷ്ണവും ചതച്ച് അതിൻ്റെ നീര് കഴിക്കുന്നത് കൊണ്ട് ഇത് വളരെ വേഗത്തിൽ മാറിക്കിട്ടുന്നതാണ്. ഇനി ശ്വാസം മുട്ടുള്ള ആളുകളൊക്കെ ഇഞ്ചിയിട്ട തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ ക്യാൻസർ രോഗം തടയാൻ നിത്യവും ഇഞ്ചി തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. മാത്രമല്ല നിത്യവും നമ്മൾ ഇഞ്ചി കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ മെമ്മറി പവർ വർദ്ധിക്കും. ഓർമ്മശക്തി, ബുദ്ധിശക്തി ഇതൊക്കെയും നമുക്ക് വർദ്ധിക്കും. പെട്ടെന്ന് മറവി സംഭവിക്കുക അതൊന്നും പിന്നീട് ഉണ്ടാകില്ല നിത്യവും നമ്മൾ ഇഞ്ചി കഴിച്ചു കഴിഞ്ഞാൽ. അതുപോലെ ഗർഭിണികളായ സഹോദരിമാർക്ക് ഛർദി ഉണ്ടാകും. എന്നാൽ ആ ഛർദി മാറിക്കിട്ടാൻ ഇഞ്ചിയിട്ട വെള്ളം കുടിച്ചാൽ മതി. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മാറാൻ, രോഗങ്ങൾ വരാതിരിക്കാൻ ഇഞ്ചി വെള്ളം കുടിച്ചാൽ മതിയെന്ന് വിദഗ്ധന്മാരായ ആയുർവേദ ഡോക്ടർമാർ പറയുന്നുണ്ട്. മാത്രമല്ല ഇഞ്ചി നീരും ചെറുനാരങ്ങ നീരും ചേർത്തിട്ടുള്ള വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ കോശങ്ങളെ അത് കരിച്ചു കളയും. ക്യാൻസർ രോഗം നമുക്ക് വരില്ല. വലിയ പ്രതിരോധമാണ് ഈ വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഔഷധ ഗുണങ്ങളാണ് ഈ ഇഞ്ചിയിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ കാണുന്ന ഈ ഇഞ്ചി ഒരിക്കലും നിങ്ങൾ നിസ്സാരമാക്കി കാണേണ്ട. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇഞ്ചി കൊണ്ട് നമുക്കുണ്ടാകുന്ന ചുമ, കഫക്കെട്ട്, പനി, ജലദോഷം, നീർക്കെട്ട്, അതുപോലെ നെഞ്ചിരിച്ചിൽ, മൂക്കടപ്പ് ഇതൊക്കെയും നമുക്ക് വളരെ വേഗത്തിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം ഒരു മരുന്ന്. ആ മരുന്ന് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് ഞാൻ വളരെ വേഗത്തിലൊന്ന് പറഞ്ഞു തരാം. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഇഞ്ചി എടുക്കുക. ഇഞ്ചി എടുത്തതിന് ശേഷം നല്ലതുപോലെ വൃത്തിയായി കഴുകി അത് ഗ്യാസ് അടുപ്പിൽ വെച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ സാധാ അടുപ്പിൽ വെച്ചോ അത് നിങ്ങൾ ചുട്ടെടുക്കുക. ഗ്യാസ് അടുപ്പിൽ ഒരു ഗ്രില്ല് വെച്ചോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ വെച്ച് ഈ ഇഞ്ചി നല്ലതുപോലെ ചുട്ടെടുക്കുക. എന്നതിന് ശേഷം ആ ഇഞ്ചിയുടെ തൊലി നല്ലതുപോലെ വൃത്തിയായി കളയുക. എന്നിട്ട് ആ ഇഞ്ചി നിങ്ങൾ നല്ലതുപോലെ കഴുകുക. വൃത്തിയായി കഴുകിയതിന് ശേഷം നിങ്ങളുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അത് കറക്കിയെടുക്കുക. കറക്കിയൊരു പേസ്റ്റ് രൂപത്തിലാക്കുക. എന്നതിന് ശേഷം നിങ്ങൾ ഒരു പാൻ എടുത്ത്, ഒരു പാത്രമെടുത്ത് നിങ്ങളുടെ അടുപ്പത്ത് വെക്കുക, സ്റ്റൗവിൽ വെക്കുക. എന്നിട്ട് അത് ചൂടായതിന് ശേഷം ഈ പേസ്റ്റ് രൂപത്തിലാക്കിയ ഈ ഇഞ്ചി അതിലേക്ക് ഇടുക. അതിലേക്ക് നിങ്ങൾ ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും തന്നെ ഒഴിക്കരുത്. എന്നിട്ട് നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര, നിങ്ങൾക്ക് വേണ്ട മധുരം എത്രയാണോ അത്തരത്തിൽ നിങ്ങൾ ശർക്കര ആ ഇഞ്ചിലേക്ക് ഇടുക. ശർക്കര പൊടിച്ചിടുക, അതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് അത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിലേക്ക് നിങ്ങൾ കുറച്ച് ഉപ്പ് ഇടുക. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇടുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി അതും ഇടുക. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക. അതായത് ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ചൂടാക്കി മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ ഒരു ലേഹം പോലെയാകും, ഒരു ലേഹം രൂപത്തിലാകും. അപ്പോൾ എന്തൊക്കെയാണ് ചേർക്കേണ്ടത് ഒന്നും കൂടി പറഞ്ഞു തരാം. ഇഞ്ചി, ശർക്കര, അതിലേക്ക് ആവശ്യമായ ഉപ്പ്, ജീരകം, കുരുമുളക് പൊടി, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചേർത്ത് കൊണ്ടിട്ട് ഒരു പാനിലേക്കിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അതൊരു പേസ്റ്റ് രൂപത്തിലാകുന്നത് വരെ, ഒരു ലേഹം രൂപത്തിലാകുന്നത് വരെ നിങ്ങൾ ആ പാത്രത്തിലിട്ട്, ആ ചട്ടിയിലിട്ട് നല്ലതുപോലെ ചൂടാക്കി നല്ല ഇളക്കി കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ചൂടാക്കി ഇളക്കിയെടുക്കുമ്പോൾ അത് കുറുകി വരും. നല്ലൊരു ടൈറ്റായി ഒരു പേസ്റ്റ് രൂപത്തിൽ, ഒരു ലേഹം രൂപത്തിലാകും. ആ സമയത്ത് നിങ്ങൾ അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ടത് ചൂടാറിയതിന് ശേഷം 1 ടീസ്പൂൺ വീതം നിങ്ങൾ രാവിലെയും വൈകുന്നേരവുമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കഫക്കെട്ട്, കൂറ്റടപ്പ്, ജലദോഷം, മൂക്കടപ്പ്, നെഞ്ചിരിച്ചിൽ, പ്രധാനമായിട്ടും ചുമ, ഇതൊക്കെയും വളരെ വേഗത്തിൽ നമുക്ക് മാറിക്കിട്ടും. കാരണം ഇത്
ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിച്ച് എനിക്ക് ഫലം കിട്ടിയതാണ്. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇത് തയ്യാറാക്കി നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് ഫലം കിട്ടും. മാത്രമല്ല മറ്റ് ഒരുപാട് രോഗങ്ങൾക്കും ഇത് പ്രതിരോധമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഞാൻ ഈ പറഞ്ഞു തന്ന ഈ മരുന്ന് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. അതിൻ്റെ ഫലം നിങ്ങൾ അറിയിക്കുക. ഇത് കഴിക്കാൻ തന്നെ നല്ല രുചിയാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം കുരുമുളക് പൊടി, ജീരകം, ശർക്കര, അതുപോലെ ഇഞ്ചി ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഇഞ്ചി മിഠായിയുടെ ടേസ്റ്റാണ് ഉണ്ടാകുക. നല്ല രുചിയാണ്. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തയ്യാറാക്കുക. എന്നിട്ട് അത് ഉപയോഗിക്കുക. അതിൻ്റെ ഫലം നിങ്ങൾ അറിയിക്കുക. മാത്രമല്ല ഇത് മറ്റുള്ളവർക്കും വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയാൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. എല്ലാ ചെറുതും വലുതുമായ രോഗങ്ങളെ തൊട്ട് നാം എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല ആരോഗ്യത്തോടു കൂടിയും ആഫിയത്തോടു കൂടിയുമുള്ള ദീർഘായുസ്സുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.